ഹായ് സ്റ്റുഡൻസ്, നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സോ വാട്ട് ഇസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? ഇറ്റ് ഈസ് എ measure of the tendency of observations to clutter around the central value. Central value ന് ചുറ്റും ഒബ്സർവേഷൻസ് ക്ലട്ടർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ആ സെൻട്രൽ വാല്യൂ കണ്ടുപിടിക്കുന്ന മെഷറാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഏതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മെഷേഴ്സ്? There are 5 measures that we have to learn. അതിൽ first one arithmetic mean അല്ലെങ്കിൽ average, second is median, then mode, then geometric mean, harmonic mean. ഇങ്ങനെ 5 മെഷേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. We have already completed arithmetic mean. We'll go to the next measure of central tendency, which is the median. Already again you know what it is, you have already learned it and you know how to do the problems also. പക്ഷേ from basic step onwards we'll go through it. അപ്പം മീഡിയൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മിഡിൽ മോസ്റ്റ് വാല്യൂ. ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിന്റെ മിഡിൽ മോസ്റ്റ് വാല്യൂവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്സർവേഷൻസിന്റെ മിഡിൽ മോസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ either you have to arrange the observations in ascending order or in descending order. അപ്പൊ കുറെ ഒബ്സർവേഷൻസ് ഉണ്ട്, അതിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ അതിന്റെ നേരെ നടുക്ക് വരുന്ന ഒബ്സർവേഷനെ നമുക്ക് മീഡിയൻ എന്ന് വിളിക്കാം. അപ്പോ നമ്മളുടെ കയ്യിൽ n ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ നടുവിൽ വരുന്ന ഒബ്സർവേഷൻ എന്താണോ അതാണ് മീഡിയൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ എം എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ അരിത്മെറ്റിക് മീനിന്റെ കേസിൽ ചെയ്തതുപോലെ തന്നെ മീഡിയൻ ഫോർ റോ ഡേറ്റ, മീഡിയൻ ഫോർ അൺഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ, മീഡിയൻ ഫോർ ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ, ഈ 3 എണ്ണവും നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നമുക്ക് മീഡിയൻ ഫോർ റോ ഡേറ്റ നോക്കാം. അപ്പൊ ആദ്യം നോട്ട് എടുത്തിട്ട് എഴുതൂ, മീഡിയൻ ഹെഡിങ് കൊടുക്കൂ, എന്നിട്ട് അതിന്റെ താഴെ എഴുതൂ മീഡിയൻ ഇസ് ദ മിഡിൽ മോസ്റ്റ് ഒബ്സർവ്. മീഡിയൻ ഈസ് ദ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ. ഇങ്ങനത്തെ പിന്നെ എന്താ പറയുക കൺസെപ്റ്റുകളൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ ഒന്നാമത്തേത് മീഡിയൻ ഫോർ റോ ഡേറ്റ. Raw data, how do we represent raw data? Raw data is always represented as x1, x2, etc. xn. അപ്പോൾ ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ഫസ്റ്റ് അറേഞ്ച്, മിഡിൽ മോസ്റ്റ് വാല്യൂനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ മിഡിലുള്ള ഒബ്സർവേഷൻ ഏതോ അതാണ് മീഡിയൻ. അപ്പൊ നമുക്കൊരു എക്സാമ്പിളിലൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് നമ്മുടെ ഒബ്സർവേഷൻ 2, 14, 8, 5, 3, 6 ഇതാണ് ഒബ്സർവേഷൻ. റോ ഡേറ്റയാണ്, ഇതാണ് ഒബ്സർവേഷൻ. അപ്പൊ ഇതിന്റെ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ഹാവ് ടു അറേഞ്ച് ഇറ്റ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് മീൻസ് ഇൻക്രീസിങ്, ഡിസെൻഡിങ് മീൻസ് ഡിക്രീസിങ്. അപ്പൊ നമുക്ക് അതിനെ അസെൻഡിങ്ങിൽ അറേഞ്ച് ചെയ്യാം. 2, 3, 5, 6, 7, 8, 14. എത്ര ഒബ്സർവേഷൻ ഉണ്ട് ഇവിടെ? 1, 2, 3, 4, 5, 6, 7 ഒബ്സർവേഷൻ ഉണ്ട്. അതായത് n is equal to 7 ആണ്. 7 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. ഓക്കെ, അങ്ങനാണെങ്കിൽ ഈ സെറ്റിനകത്തെ മിഡിലെ വാല്യൂ ഏതാണ്? ജസ്റ്റ് പൊസിഷൻ മാത്രം നോക്കിയാൽ മതി. മിഡിലെ വാല്യൂ ഏതാണ്? ക്ലിയർലി 6 ആണ് മിഡിൽ കിടക്കുന്ന വാല്യൂ അല്ലേ? അപ്പൊ മിഡിലെ വാല്യൂ ഏതാണോ അതായിരിക്കും മീഡിയൻ. അപ്പൊ ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് 6 ആണ്. ഇനി പൊസിഷൻ വൈസ് നോക്കൂ. ഇത് ഒന്നാമത്തെ ഒബ്സർവേഷൻ, ഇത് രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തേത്, ഇത് നാലാമത്തേത്, ഇത് അഞ്ചാമത്തേത്, ഏഴാമത്തേത്. അപ്പൊ 7 ഒബ്സർവേഷൻ ഉള്ളപ്പം ഏത് പൊസിഷനിലെ ആളാണ് മീഡിയൻ ആയത്? 4th പൊസിഷനിലെ ആളാണ്. കാരണം 7 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ 4th പൊസിഷൻ ആയിരിക്കും മിഡിൽ പൊസിഷൻ. ഈ 4 എങ്ങനെയാണ് കിട്ടിയത്? n7 അല്ലേ? അപ്പം n+1/2 എന്താന്ന് നോക്കിയേ നിങ്ങള്. n+1/2 എന്ന് പറയുന്നത് 7+1/2 which is equal to 8/2 which is equal to 4. കണ്ടോ? അതായത് ആ പൊസിഷൻ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? n ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2th പൊസിഷനിലെ ആളെ എടുത്താൽ മതി. ഇതിപ്പോ ചെറിയ സെറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇടതുവശവും വലതുവശവും ഒക്കെ തുല്യമാണോ നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നത്. സപ്പോസ് നമ്മുടെ കയ്യില് ഒരു 550 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇടത്തും വലത്തും ഒക്കെ നോക്കി പൊസിഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്.
അപ്പൊ നമുക്ക് അതിനൊരു റൂൾ ഉണ്ടാവണം. അപ്പൊ ഇവിടുത്തെ റൂൾ എന്താണ്? നമ്മുടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഓഡ് നമ്പർ ആണെങ്കിൽ, ഓഡ് നമ്പർ ഒക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെ, 1 3 5 7 9 അതാണ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പർ ആണെങ്കിൽ വാട്ട് ഈസ് ദ മീഡിയൻ? ദി ഒബ്സർവേഷൻ കമ്മിങ് ഇൻ ദി n+1/2th പൊസിഷൻ. ഈ 4 അല്ല മീഡിയൻ, 4ാമത്തെ സ്ഥലത്ത് വന്ന ഒബ്സർവേഷൻ ആണ് മീഡിയൻ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദി ഒബ്സർവേഷൻ കമ്മിങ് ഇൻ the n+1/2th position. Coming in n+1/2th position. ഇത് എപ്പോ? when your number of observations n is odd. എന്നാ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. n is odd ആണെങ്കിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ n odd ആണെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഒബ്സർവേഷൻസിനെ നമ്മള് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനുശേഷം അതിനുശേഷം n+1/2th പൊസിഷൻ ഏതാന്ന് നോക്കണം. ആ പൊസിഷനിൽ വരുന്ന ഒബ്സർവേഷൻ ഏതോ അതായിരിക്കും മീഡിയൻ. അപ്പൊ എഴുതൂ, നിങ്ങൾ നോട്ടിൽ എഴുതൂ. സബ്ഹെഡിങ് നമ്പർ 1 ഫോർ റോ ഡേറ്റ, മീഡിയൻ ഫോർ റോ ഡേറ്റ. അതിനകത്ത് തന്നെ കേസ് 1 കൊടുക്കൂ. കേസ് 1 when n is odd. when n is odd. അതിന്റെ താഴെ എഴുതൂ. Let x1, x2, etc. xn be the observations. Let x1, x2, etc. xn be the observations. And let n be an odd number. ഇവിടെ small n ആണ് കേട്ടോ. And n be an odd number. Full stop. Arrange the observations in ascending or descending order. അല്ലെങ്കിൽ increasing or decreasing order. Arrange the observations in ascending or descending order. Full stop. The observation coming in the n+1/2th position will be the median. In the n+1/2th position will be the median. അപ്പൊ ഇത് ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസിന്റെ കേസിൽ. നമുക്കിനി ഒരു എക്സാമ്പിളൂടെ നോക്കാം. സെയിം തന്നെ നമുക്ക് ഒന്നുകൂടെ നോക്കാം, അല്ലെങ്കിൽ വേറെ കുറച്ച് നമ്പേഴ്സ് നോക്കാം. ഓക്കെ, നമുക്ക് 42, 51, 26, 32, 48, 76, 10. ഇതാണ് നമ്മുടെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? n is equal to 8 ആണ് അല്ലെ, ഈവൺ നമ്പർ ആണ്. അപ്പൊ ആദ്യത്തെ ജോലി എന്താണ്? നമ്മളിപ്പോ നോക്കുന്ന കേസ് ഏതാ? കേസ് 2 ആണ് കേട്ടോ. കേസ് 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? n is an even number. അതാണ് നമ്മളിപ്പോ നോക്കുന്ന കേസ്. അപ്പൊ ഇതിനകത്ത് ഏത് കേസ് ആയാലും ശരി തന്നെ ഒന്നാമത്തെ ജോലി ഒബ്സർവേഷൻസിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. നമുക്ക് ഒബ്സർവേഷൻസിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. 10, 26, പിന്നെ ഏതായിരുന്നു? 32, 35, പിന്നെന്താണ്? 42, 51. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ എണ്ണിയതിനെ ഇങ്ങനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം കേട്ടോ, തെറ്റ് വരാതിരിക്കാനായിട്ട്. 35, 42 എടുത്തു, 51 എടുത്തു. അയ്യോ സോറി, കണ്ടോ അവിടെ തെറ്റിയത് കണ്ടോ? ഇവിടെ 51 അല്ല, എന്താ വരേണ്ടത്? അവിടെ വരേണ്ടത് 48 ആണ്. 48, അത് കഴിഞ്ഞാലേ 51 വരുള്ളൂ. 51, പിന്നെ ഏതാണ്? 76. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8 ഒബ്സർവേഷൻസ് ഉണ്ട്. അതിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്തു. നേരത്തെ ചെയ്ത പോലെ ഇതിന്റെ നടുവിലെ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? രണ്ട് സൈഡ് ഈക്വൽ ആക്കിക്കൊണ്ട്. ഈവൺ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരാളെ സെന്ററിൽ കിട്ടില്ല. പകരം എന്തായിരിക്കും കിട്ടുക? 2 ഒബ്സർവേഷൻസ് ആയിരിക്കും കിട്ടുക. ഇവിടുത്തെ ഒബ്സർവേഷൻസ് ആരൊക്കെയാണ്? 35ഉം 42ഉം. അങ്ങനാണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് 35ന്റെയും 42ന്റെയും ആവറേജ് ആണ്. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈവൺ ആവുമ്പോൾ. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈവൺ ആവുമ്പോൾ അറേഞ്ച് ചെയ്ത ശേഷം യു വിൽ ഗെറ്റ് 2 ഒബ്സർവേഷൻസ് ഇൻ ദ മിഡിൽ, ആൻഡ് വെൻ യു ഗെറ്റ് ഇൻ then median is equal to the average of those 2
ഒബ്സർവേഷൻസ്. അപ്പൊ ഇവിടെ അഗെയിൻ നമുക്ക് കുറച്ച് നമ്പറാണ്, നടുവിലുള്ള രണ്ടുപേരെ കണ്ണുവെച്ച് നോക്കി കണ്ടുപിടിക്കാം. ആയിരക്കണക്കിന് അല്ലെ പതിനായിരക്കണക്കിന് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് പറ്റില്ല. അപ്പൊ എന്ത് വേണം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു റൂള് വേണം. അതായത് ഏതാണ് ഒബ്സർവേഷൻ? നോക്കൂ, ഇവിടുത്തെ പൊസിഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് 4ഉം ഒന്ന് 5ഉം ആണ്. ഈ 4ഉം 5ഉം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്നുമായിട്ട് കണക്ട് ചെയ്താൽ എന്താണ് നോക്കി, 4 എന്ന് പറയുന്നത് n/2 ആണ്, 5 എന്ന് പറയുന്നത് n/2 പ്ലസ് 1 ആണ് അല്ലേ? n8 ആവുമ്പം n/2 ആണ് 4, n/2 പ്ലസ് 1, 4 പ്ലസ് 1 ആണ് 5. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തത്? n/2th ഒബ്സർവേഷന്റെയും n+1/2th ഒബ്സർവേഷന്റെയും കൂടെ ആവറേജ് ആയിരുന്നു എന്ത്? നമ്മുടെ മീഡിയൻ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ജനറൽ റൂൾ. എന്താ പറയേണ്ടത്? when n is an even number, the average of n/2th and n/2 plus 1th observations will be the median. Okay? അപ്പൊ അടുത്ത് എഴുതിക്കേ, case 2 when n is even, അല്ലെങ്കിൽ when n is an even number. അപ്പൊ എഴുതൂ, arrange the observations in increasing or decreasing order. Arrange the observations in increasing or decreasing order. Full stop. Take the observations coming in. Take the observations coming in n/2th and n/2 plus 1. ഇത് നേരത്തെ ആയിട്ട് തെറ്റിപ്പോരുത്. മറ്റേത് എന്തായിരുന്നു? n+1/2 ആയിരുന്നു. രണ്ടാണ് കേട്ടോ. ഇത് n/2 കണ്ടുപിടിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ ആഡ് ചെയ്യണം. n/2th and n/2 plus 1th positions. The average of these two values will be the median. അവിടെ വരുന്ന ഒബ്സർവേഷൻസിന്റെ ആവറേജ് ആയിരിക്കും മീഡിയൻ. The average of these two observations will be the median. അപ്പൊ ഇതാണ് നമ്മളുടെ ഈവൺ നമ്പറിന്റെ കേസ്. ഓക്കെ, ഓഡ് നമ്പറിൽ n+1/2 തൊറ്റയാളെയായിട്ട് കിട്ടും. ഇവിടെ നമുക്ക് ഒരാളെ കിട്ടില്ല, പകരം നമുക്ക് രണ്ട് ഒബ്സർവേഷൻസും അതിന്റെ ആവറേജും ആയിട്ടാണ് കിട്ടുക. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഇത് പഠിച്ച ശേഷം ടേക്ക് ഡൗൺ എ ക്വസ്റ്റ്യൻ ആൻഡ് അത് ചെയ്തിട്ട് അടുത്തതിലോട്ട് പോയാൽ മതി കേട്ടോ. So write a question. Find the median for the given data. Find the median for the given data. Okay. അതിൽ sub question number 1. Observations എഴുതിക്കോ. 105, 102, 98, 96, 82, 110, 107, 105, 112, 129, 136. എത്ര ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് നോക്കിയേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഓഡ് നമ്പർ കേസാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ തന്നെ പറയാം. ഇവിടെ നോക്കൂ, 105 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കോമയിട്ട് അത് 2 പ്രാവശ്യം എഴുതണം. ഒരു നമ്പർ 10 പ്രാവശ്യം വന്നാൽ കോമയിട്ട് അറേഞ്ച് ചെയ്യുമ്പം അടുത്തടുത്ത് അത് എഴുതി വെച്ചേക്കണം. അല്ലാതെ ഒരിക്കൽ മാത്രം വന്നല്ലോ ഇനി എടുക്കണ്ടെന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്പർ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും അതിനെ അങ്ങനെ തന്നെ ഇട്ടേക്കണം. ഓർഡറിൽ എഴുതുമ്പോൾ അടുപ്പിച്ച് അങ്ങ് എഴുതിയിട്ടേക്കണം, അത്രേ ഉള്ളൂ. ഈ രണ്ടാമത്തെ സപ്പോസ് എഴുതിക്കേ. 27, 36, 45, 72, 18, 45 ആണ്. 23, 27, 32, 36, 34, 95, 72, 76. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. ഒന്നുകൂടെ എഴുതിക്കോ. 71. ഒബ്സർവേഷൻസ് റെപ്പിറ്റേഷൻ വന്നാൽ കോമയിട്ട് എഴുതുക. രണ്ടാമത്തേത് ഈവൺ നമ്പറിന്റെ കേസാണ്. എല്ലാം അറേഞ്ച് ചെയ്ത് എഴുതിയ ശേഷം നടുവിൽ വരുന്ന രണ്ട് ഒബ്സർവേഷൻസിനെ കിട്ടും. അതിന്റെ പൊസിഷൻസ് ഏതൊക്കെയായിരുന്നു? n/2th പൊസിഷനും n/2 plus 1th പൊസിഷനും.
ഓക്കെ, ആ പൊസിഷനിൽ വരുന്ന രണ്ടുപേരുടെയും കൂടെ ആവറേജ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത്? നേരത്തെ നമ്മൾ ചെയ്ത പോലെ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ആ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്യുക, നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ഈ കിടക്കുന്ന പോലെ. ഇതേപോലെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് ഫൈൻഡ് ദ മീഡിയൻ. അപ്പൊ ഇതാണ് റോ ഡേറ്റ കേസിലെ മീഡിയൻ. ഇനിയും സെയിം സാധനം നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ വേണം. അപ്പൊ രണ്ടാമത്തെ സബ്ഹെഡിങ് എന്ന് പറയുന്നത് മീഡിയൻ ഫോർ ungrouped frequency table. Ungrouped frequency table. അൺഗ്രൂപ്പ് ഫ്രീക്വൻസി ടേബിളിൽ രണ്ട് കോളംസ് ഉണ്ടായിരിക്കും അല്ലെ? നമുക്ക് ഓൾറെഡി അറിയാം അത് എന്താണെന്ന്. ഒരു അൺഗ്രൂപ്പ് ഫ്രീക്വൻസി ടേബിളിനകത്ത് രണ്ട് കോളംസ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആയിരിക്കും. നമ്മളെ സംബന്ധിച്ചോളം ഒബ്സർവേഷൻ എന്ന് പറയുന്നതിന് ഇപ്പൊ നമ്മൾ XI എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തത് ഫ്രീക്വൻസി ആയിരിക്കും, അതിനെ നമ്മൾ FI എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം. 2, 5, 7, 9, 11, 15 ഇതാണെന്നിരിക്കട്ടെ. ഇവിടെ ഈവൺ ഓഡ് ഒന്നും വ്യത്യാസമില്ല കേട്ടോ, എല്ലാം ഒരേപോലാണ് ചെയ്യുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3, 8, 10, 12, 7 ഇതാണ് 1, 2, 3, 4, 5, 2 ഇതാണെന്നിരിക്കട്ടെ ഫ്രീക്വൻസി. അപ്പൊ അൺഗ്രൂപ്പ് ഫ്രീക്വൻസി ടേബിളിന്റെ മീഡിയൻ കണ്ടുപിടിക്കാനാണെങ്കിൽ ഓൾറെഡി ഈ ടേബിൾ നമുക്ക് തന്നിട്ടുണ്ടാവും. വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഇവിടെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. വാട്ട് യു ഹാവ് ടു ഡു ഇസ്, നമ്മൾ ഇതിന്റെ LTCF കണ്ടുപിടിക്കണം. LTCF നിങ്ങൾക്ക് ഓൾറെഡി ഓർമ്മയുണ്ടാവും. LTCF GTCFന്റെ ഒജിവ്സ് പഠിച്ചപ്പം മീഡിയൻ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? ഒജിവ്സ് പഠിച്ചപ്പോൾ. അതായത് മീഡിയനും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കൂടെ നല്ല കണക്റ്റഡ് ആണ്. അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാൻ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ആവശ്യമുണ്ട്. അത് അൺഗ്രൂപ്ഡ് കേസിലായാലും ശരി തന്നെ, ഗ്രൂപ്ഡ് കേസിലായാലും ശരി തന്നെ. അപ്പൊ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അതിന്റെ LTCF കണ്ടുപിടിക്കാം. അപ്പൊ എന്തായിരിക്കും LTCF? ആദ്യത്തെ വാല്യൂ 3, പിന്നെ 8 + 3 11, 21, 33, 40, 42. ഉറപ്പായിട്ടും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ക്യാപിറ്റൽ N എന്തായിരിക്കും? അതും 42. നമുക്ക് LTCF കിട്ടി. അതായത് ക്യാപിറ്റൽ N = 42 എന്നും കിട്ടി. മീഡിയൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, മിഡിലിൽ കിടക്കുന്ന വാല്യൂ ആണ്. മിഡിൽ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ക്യാപിറ്റൽ N/2 പൊസിഷൻ അല്ലേ മിഡിൽ എന്ന് വെച്ചാൽ അല്ലെ? N/2ന്റെ പൊസിഷൻ ആണ്. അപ്പം നമ്മൾ അതുകൊണ്ട് ഫൈൻഡ് N/2. എന്താണ് N/2? 21. എന്നിട്ട് ഈ 21 ഇവിടെ എവിടെയാണ്? LTCFന്റെ കോളത്തിനകത്ത് 21 എവിടെയാണ് കിടക്കുന്നത് നോക്കുക. അപ്പൊ നമുക്ക് ലക്കിന് ഇവിടെ 21 എന്ന് പറഞ്ഞ വാല്യൂ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നുമില്ല. ആ 21ന്റെ നേരെ വരുന്ന ഒബ്സർവേഷൻ, ഇവിടെ 21ന്റെ നേരെയുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 7 ആണ്. ആ 7 ആണ് നമ്മുടെ മീഡിയൻ. ഓക്കെ, 7 ആണ് നമ്മളുടെ മീഡിയൻ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? LTCF കണ്ടുപിടിക്കുന്നു, ടോട്ടൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു, മീഡിയൻ മിഡിൽ പൊസിഷനിലുള്ളതായതുകൊണ്ട് N/2 കണ്ടുപിടിക്കുന്നു. എന്നിട്ട് LTCFനകത്ത് N/2 എവിടെയാണ് കിടക്കുന്നത് എന്ന് നോക്കുന്നു. അതിന്റെ നേരെ വരുന്ന ഒബ്സർവേഷൻ, എപ്പോഴും ഒബ്സർവേഷൻ മാത്രമേ മീഡിയൻ ആകാൻ പറ്റുള്ളൂ. ഒബ്സർവേഷൻ ഏതോ അതാണ് മീഡിയൻ. അപ്പൊ ഈ എക്സാമ്പിളിന്റെ കേസിൽ മീഡിയൻ എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ലക്കിന് 21 അങ്ങനെ തന്നെ LTCFൽ വന്നു. നമുക്കൊരു ചെറിയ മാറ്റം വരുത്തി നോക്കാം. ഇവിടെ ഒരു ഫ്രീക്വൻസിയിൽ ശരിയാക്കാം. ഫ്രീക്വൻസിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ ഇതിനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. കാരണം അങ്ങനെ കറക്റ്റായിട്ട് LTCFൽ കിടക്കാൻ അതുപോലെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആണ്. അപ്പൊ നമുക്കൊരു കാര്യം, ഫ്രീക്വൻസിയിൽ ഒരു കുഞ്ഞു മാറ്റം വരുത്താം. ഇതിനെ നമുക്ക് 10 ആക്കാം. 10 എന്നാക്കാം. ഓക്കെ, അപ്പൊ LTCF ഒന്നുകൂടെ കണ്ടുപിടിച്ച ഇതൊക്കെ അങ്ങ് മായ്ച്ചോളാം. ഇതൊന്നും ഇനിയിപ്പോൾ ഇവിടെ വാലിഡ് അല്ല. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെ. അപ്പൊ എന്തുവരും? 3, 8, 9, 10, 11, 21, 38 and 40. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 40 ആണ്. 40 ആയ സ്ഥിതിക്ക് ക്യാപിറ്റൽ N 40 ആണ്. N/2 എന്തായിരിക്കും? 40/2 which is 20. ഇനി മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? LTCFനകത്ത് N/2നെ തപ്പണം.
നോക്കൂ, നമ്മുടെ LTCF കോളത്തിനകത്ത് എങ്ങും n/2 അങ്ങനെ തന്നെ കിടക്കുന്നില്ല അല്ലേ? n/2ന്റെ വാല്യൂ അവിടെ ഇല്ല. അപ്പൊ ചെയ്യേണ്ടത് ഏത് രണ്ട് നമ്പേഴ്സിന്റെ ഇടയിലായിരിക്കും നമ്മുടെ n/2 വരുന്നത് നോക്കുക. നമ്മുടെ n/2 20 ആണ്. ഉറപ്പായിട്ടും ഇറ്റ് കംസ് ബിറ്റ്വീൻ 11 ആൻഡ് 21. ഇവിടെയല്ലേ n/2 കിടക്കുക? കാരണം 20 എന്ന് പറയുന്നത് 11നും 21നും ഇടയിൽ കിടക്കുന്ന ഒരു നമ്പറാണ്. അതുകൊണ്ട് n/2 കംസ് ഹിയർ. അങ്ങനാണെങ്കിൽ അതിന്റെ താഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 21 ആണ്. അതിന്റെ നേരെ വരുന്ന ഒബ്സർവേഷൻ എന്തോ അതാണ് മീഡിയൻ. അപ്പൊ ഇവിടെ അഗെയിൻ മീഡിയന്റെ വാല്യൂ എന്ത് തന്നെ നിന്നു? 7 തന്നെ വന്നു. ആകെ ഒരു ചെറിയ ചേഞ്ച്. സാധാരണഗതിയിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അല്ലാതെ LTCFനകത്ത് തന്നെ ആ നമ്പർ വരുന്നത് ഭയങ്കര റെയർ ആണ് കേട്ടോ. ഇപ്പൊ LTCFിൽ ഡയറക്റ്റ് ആയിട്ട് ആ നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ നേരെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ നമ്പർ n/2 എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്യുക. അതിന് ഈ മാർക്കിംഗ് ഒക്കെ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തോണം കേട്ടോ. അതിന്റെ താഴത്തെ നേരെയുള്ള ഒബ്സർവേഷൻ മീഡിയൻ എഴുതുക. അപ്പൊ ഇതാണ് മീഡിയൻ ഫോർ അൺഗ്രൂപ്ഡ് ഡേറ്റ. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട് എഴുതിക്കോ, പെട്ടെന്ന് എഴുതൂ. മീഡിയൻ ഫോർ അൺഗ്രൂപ്ഡ് ഡേറ്റ, അത് സെക്കൻഡ് ആണ്. അതിനകത്തെ സെക്കൻഡ് സബ്ഹെഡിങ് താഴെ എഴുത്. When observations and frequencies are given, find the LTCF values. Locate capital N/2. In the LTCF column. Locate capital N/2 in the LTCF column. Full stop. The observation corresponding to this will be the median. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഇറ്റ്സ് എ ഹോംവർക്ക് കേട്ടോ. ക്ലാസ്സിൽ ഞാൻ നോട്ട് നോക്കും. സോ ഇറ്റ്സ് എ ഹോംവർക്ക്. Question. Find the median for the given data. Observation നേരെ 10, 12, 14, 16, 18, 20, 25. Frequency നേരെ 3, 8, 10, 12, 9, 7, 2. ഓക്കെ, അപ്പൊ ഇതിന്റെ മീഡിയൻ കണ്ടുപിടിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ എങ്ങനെയാണ് ചെയ്തത്. സോ ടേക്ക് ഇറ്റ് ആസ് എ ഹോംവർക്ക് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ അടുത്ത സെക്ഷനിലോട്ട് പോകാവൂ. അതിനുള്ള സ്പേസ് വിട്ടിട്ട് അടുത്തതിലോട്ട് പോകാവൂ. ഇനി നമ്മൾ നമ്മുടെ മീഡിയന്റെ മൂന്നാമത്തെ സെക്ഷനിലോട്ട് വരികയാണ്. എന്തായിരുന്നു അത്? മീഡിയൻ ഫോർ ഗ്രൂപ്ഡ് ഡേറ്റ. കുറച്ച് മീഡിയൻ ഫോർ ഗ്രൂപ്പ് ഡേറ്റ കമ്പാരിറ്റീവ്ലി അല്പം കൂടെ ടഫറാണ്. എഗെയിൻ യു ഓൾറെഡി നോ ഇറ്റ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും ഐ എം എക്സ്പ്ലെയിനിങ്. അപ്പൊ മൂന്നാമത്തേത് മീഡിയൻ ഫോർ ഗ്രൂപ്ഡ് ഡേറ്റ. എന്തായിരുന്നു ഗ്രൂപ്പ് ഡേറ്റ എന്ന് പറയുന്നത്? ടേംസ് ഒന്നും ഒരിക്കലും മറക്കരുത് കേട്ടോ. ഗ്രൂപ്പ് ഡേറ്റ മീൻസ് യു വിൽ ബി ഗിവൻ classes and frequencies. അല്ലേ? Classes and frequencies. ആദ്യത്തെ കോളത്തില് you will be having classes and the second column you will be having frequencies. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് 0 to 10, 10 to 20, 20 to 30, 30 to 40 and 40 to 50. ഫ്രീക്വൻസി എടുക്കാം 3, 5, 7, 4, 1. ഇതാണ് നമ്മളുടെ ഫ്രീക്വൻസി. ഇവിടെയും ആദ്യം ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത അതേ കാര്യമാണ്. എന്താണ്? LTCFന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ LTCFന്റെ വാല്യൂസ് കണ്ടുപിടിച്ചേ. 3, 8, 8 plus 7 എത്രയായിരുന്നു? 8 plus 7 15, 15 plus 4 19, 20. അപ്പൊ ടോട്ടൽ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 20 ആണ്.
മീഡിയൻ ആണ് കണ്ടുപിടിക്കുന്നത്. അത് പകുതി പൊസിഷനിലുള്ളതാണ്. അതുകൊണ്ട് n/2 വേണം. n/2 എന്ന് പറഞ്ഞാൽ 10. നേരത്തെ ചെയ്ത പോലെ തന്നെ LTCFനകത്ത് n/2നെ ഐഡന്റിഫൈ ചെയ്യുക. LTCFലെ n/2 എന്ന് പറയുന്നത് ഇവിടെ കിടക്കും അല്ലേ? ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ താഴത്തേന്റെ നേരെ വരുന്ന ഇവിടെ ഒബ്സർവേഷൻ ഇല്ല, മറ്റിടത്ത് നമുക്ക് ഒറ്റയടിക്ക് ഒബ്സർവേഷൻ എടുക്കാൻ പറ്റി. നമുക്കിവിടെ രണ്ട് നമ്പേഴ്സിന് ഇടയിലാണ് n/2 വരുന്നതെങ്കിൽ താഴത്തേന്റെ നേരെ ഒരു ക്ലാസ് കിട്ടും. അതിനെ നമ്മള് മീഡിയൻ ക്ലാസ് എന്ന് വിളിക്കും. അപ്പൊ ആദ്യത്തെ ജോലി ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി കേസിലെ ആദ്യത്തെ ജോലി ഈസ് ടു ഐഡന്റിഫൈ ദ മീഡിയൻ ക്ലാസ്. അപ്പൊ മീഡിയൻ ക്ലാസ് എന്താണ്? 20 to 30. മീഡിയൻ ക്ലാസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയൻ ഇസ് ഫൗണ്ട് യൂസിങ് എ ഫോർമുല. അപ്പൊ ഫോർമുല പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. L പ്ലസ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? n/2 മൈനസ് m ഇൻറ്റു c/f. ഇതിനെ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് തന്നെ വെക്കണം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം എല്ലിന്റെ കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. ഒരിക്കലും ആ വര നീട്ടി പിടിച്ചു വരയ്ക്കരുത്. ഇത് ഞാൻ 1,00,000 പ്രാവശ്യം ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് പല പല ക്ലാസ്സിലും. എത്ര പറഞ്ഞാലും വീണ്ടും ആൾക്കാർ ഇങ്ങനെ ഈ വര ഇങ്ങനെ നീട്ടി അങ്ങ് വരയ്ക്കുക. അതായത് എല്ലാം കൂടെ കണ്ടുപിടിച്ചിട്ട് പിന്നെ F കൊണ്ട് ഡിവൈഡ് ചെയ്യും, വിച്ച് ഇസ് റോങ്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ട് വെച്ചേക്കുന്നത്. ആദ്യം ബ്രാക്കറ്റിന് ഉള്ളിലുള്ളതെല്ലാം കണ്ടുപിടിച്ച ശേഷം കിട്ടുന്ന ആൻസറിനെ എല്ലുമായിട്ട് ആഡ് ചെയ്യണം. ഏതെല്ല്? എന്താണ് ഈ എല്ലും എഫും എമ്മും ഒക്കെ? ടേം ബൈ ടേം നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. വേർ എൽ എന്ന് പറയുന്നത് ലോവർ ബൗണ്ട് ഓഫ് MC, ബൗണ്ട് ഓഫ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ലോവർ ബൗണ്ട് അല്ലെങ്കിൽ ലോവർ ലിമിറ്റിനെയാണ് നമ്മൾ എൽ എന്ന് വിളിക്കുന്നത്. ഈ എക്സാമ്പിളിന്റെ കേസിൽ എൽ എന്താണ്? വാട്ട് ഈസ് എൽ ഹിയർ? 20 to 30 ആണ് ക്ലാസ്. അപ്പൊ ലോവർ ബൗണ്ട് ഇസ് 20. അടുത്തത് സി എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെൽ ഓഫ് മീഡിയൻ ക്ലാസ്. എന്തായിരുന്നു ക്ലാസ് ഇന്റർവെൽ? അപ്പർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ, അതായിരുന്നു ക്ലാസ് ഇന്റർവെൽ. സോ വാട്ട് ഇസ് സി ഇൻ ദിസ് കേസ്? 20 to 30 ആണ്. അപ്പൊ സി എന്ത് വരും? 30 minus 20 which is 10. F is the frequency of മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി. ആ ടേബിൾ നോക്കിയേ. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആരാണ്? 7 ആണ്. അപ്പൊ ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് 7 ആണ്. ഇനിയും ക്യാപിറ്റൽ എൻ ഓൾറെഡി നമുക്കറിയാം അല്ലെ? ഇനി ഒരാളും കൂടെ കിടപ്പുണ്ട്, എം വളരെ ഇമ്പോർട്ടന്റ് ആണ്. M is the cumulative frequency up to median class. ശ്രദ്ധിച്ചോണം, cumulative frequency of median class അല്ല, cumulative frequency up to median class. എന്ന് വെച്ചാൽ മീഡിയൻ ക്ലാസിന്റെ നേരെ വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇതാണ് നമ്മുടെ എം. അപ്പൊ ഈ കേസില് എം എന്ന് പറയുന്നത് എന്തായിരിക്കും? എം എന്ന് വെച്ചാൽ 8 ആണ്. ക്യാപിറ്റൽ എൻ ഓൾറെഡി നമുക്കറിയാം എന്തായിരുന്നു? 20 ആണ്. അപ്പൊ ഇത്രയും വാല്യൂസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുലയിലോട്ട് ശ്രദ്ധിച്ച് ചെയ്ത we'll get the median. So what will the median be? It is equal to L plus, അപ്പൊ 20 plus ബ്രാക്കറ്റിനകത്ത് n/2 എന്ന് വെച്ചാൽ 10 ആണ്. 10 minus m 8. അത് again ബ്രാക്കറ്റ് into C. C എന്തായിരുന്നു? into 10 divided by 7. ഇത് കണ്ടുപിടിച്ച് ചെയ്യണം. ഇത് കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? This is equal to, ജസ്റ്റ് ഒരെണ്ണം ഒന്ന് ട്രയലിൽ നോക്കാം നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഇട്ടേക്കുന്നതിന്റെ മീനിങ് പറയാനായിട്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു 20 പ്ലസ് എന്ത് വരും ബ്രാക്കറ്റിലെ? 10 minus 8 എന്ന് വെച്ചാൽ 2 ആണ്. 2 into 10/7, 20/7 എന്തായിരിക്കും? 20 plus 20/7 എന്ന് വെച്ചാൽ 2s are 14, പിന്നെ എത്ര വരും? 6 വരും. സോ 35, 9s are 54, 6, okay, 8, 2.8, 8 7s are 56. So what is the answer? 22.8. ഇങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. എപ്പോഴും ഓർക്കേണ്ട കാര്യം, യുവർ മീഡിയൻ വിൽ ഓൾവേസ് ലൈ ബിറ്റ്വീൻ, അല്ലെങ്കിൽ വിൽ ഓൾവേസ് be within the median class, will always be within the median class. നമ്മൾ കണ്ടുപിടിക്കുന്ന
മീഡിയന്റെ വാല്യൂ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന മീഡിയൻ ക്ലാസിന്റെ ഇടയിൽ തന്നെ കിടക്കും. നോക്കിയേ, നമ്മുടെ കേസിൽ കറക്റ്റ് ആണോ എന്ന്. 22.8 എന്ന് പറയുന്നത് 20 to 30 ഇടയിലല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യം. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അത് അങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയെന്നർത്ഥം കേട്ടോ, അല്ലാതെ ഡേറ്റ തെറ്റാന്നല്ല, നിങ്ങൾക്ക് തെറ്റിയെന്നർത്ഥം. അപ്പൊ ഇത് വേഗം എഴുതൂ. median for ungrouped data. Median for grouped data. Median for grouped data. എഴുതൂ. When classes and frequencies are given, comma, find the LTCF. Find the LTCF. Okay. The class corresponding to n by 2, capital N by 2 in the LTCF column. The class corresponding to capital N by 2 in the LTCF column is the median class. Once the median class is identified, comma, median can be calculated using the formula. ഈ ഫോർമുല ശ്രദ്ധിച്ച് തെറ്റാതെ എഴുതിക്കേ. ഞാൻ ഈ ബോക്സ് ഇട്ട് വെച്ചേക്കുന്ന ഫോർമുല എഴുതൂ. m is equal to L plus ബ്രാക്കറ്റിനകത്ത് എങ്ങനെയാണോ ഞാൻ എഴുതിയേക്കുന്നത് അതേപടി ആയിരിക്കണം കേട്ടോ. where ആ ടേം ബൈ ടേം ഡിഫൈൻ ചെയ്തേ. L, C, F, M ഒക്കെ ഡിഫൈൻ ചെയ്യൂ. where L is the lower bound of median class. എല്ലാ സ്ക്രീനിൽ കിടപ്പുണ്ട്, അതുപോലെ തന്നെ നോക്കി എഴുതൂ. L is the lower bound of median class. C is the class interval of median class. F is the frequency of median class. M is cumulative frequency. അത് മാത്രം തെറ്റരുത്. M is cumulative frequency up to median class. Okay. എന്നിട്ട് ഈ ലൈനോട് എഴുതൂ. The median will always lie within the median class. The median will always lie within the median class. ഇതിനും കൂടി ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ and do it as a homework. Question: find the median. Class 0 to 2, 2 to 4, 4 to 6, 6 to 8, 8 to 10, 10 to 12. Frequency 3, 8, 10, 11, 13, 7, 5. ഓക്കെ. അപ്പൊ ഈ ഡേറ്റയുടെ മീഡിയൻ കണ്ടുപിടിക്കണം. എന്ത് സംശയമുണ്ടോ യു ക്യാൻ സ്ക്രോൾ ബാക്ക്. സിൻസ് ഇറ്റ് ഇസ് എ വീഡിയോ യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് സീ ഇറ്റ് അഗെയിൻ. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് ഇതും നോട്ടിൽ കംപ്ലീറ്റ് ആയിരിക്കണം വെൻ ഐ കം ടു ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.